ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2, അതായത് മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മൊഡ്യൂൾ 2ൽ ഇന്നിപ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡ്രോയിങ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മൊഡ്യൂൾ 2ൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 2ൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ 2 എന്നുള്ള ഈ ഒരു ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ആയിട്ട് വരുന്നത് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഓഫ് ക്വാർട്ടർ ജോയിൻറ്റ്സ് ആൻഡ് കപ്ലിങ്സ്. അതാണ് ടോട്ടലി ഈ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ഡ്രോയിങ്സ് ആണ്. അതായത് അസംബ്ലി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അതായത് ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റുകളോ ഒരു മെഷീൻ്റെ പാർട്ട് അസംബിൾ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് ഡ്രോയിങ്. അതായത് അസംബ്ലി ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്സ് ആയിട്ടുണ്ടായിരിക്കും, അത് കൂടി ചേർത്തിട്ടുള്ള ഒരു ഡ്രോയിങ്സ്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്സും മെൻഷൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വേറെ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്. ഇങ്ങനെ അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊക്കെ അസംബ്ലി ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ആണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നീഡ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്, സെലക്ഷൻ ഓഫ് ഷീറ്റ് സൈസസ്, പ്രിപ്പറേഷൻ ഓഫ് ടൈറ്റിൽ ബ്ലോക്ക്, ബിൽ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ലിസ്റ്റ്. ഓക്കെ, സോ അതായത് നീഡ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഷീറ്റ് സൈസസ്, പ്രിപ്പറേഷൻ ഓഫ് ടൈറ്റിൽ ബ്ലോക്ക്, ബിൽ ഓഫ് മെറ്റീരിയൽ ആൻഡ് പാർട്സ് ലിസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആൻഡ് അസംബ്ലി ഡ്രോയിങ്സ്. ഓക്കെ, ഓരോ ജോയിൻറ്റുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അസംബ്ലി ആയിട്ടുള്ള ഡ്രോയിങ്സ്. പിന്നെ അതിൽ വരുന്നത് സെലക്ഷൻ ഓഫ് ഷീറ്റ് സൈസ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് സൈസ് സെലക്ട് ചെയ്യണം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദി ടൈറ്റിൽ ബ്ലോക്ക്, അതാണ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ബ്ലോക്ക്. പിന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പാർട്ട് ലിസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡ്രോയിങ്ങിനും ഓരോ ഫിഗേഴ്സിനും എന്തുണ്ടായിരിക്കും, അതിൽ ഏതൊക്കെ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് വെച്ചിട്ടാണ് മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ബിൽ ഓഫ് മെറ്റീരിയലിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ബിൽ ഓഫ് മെറ്റീരിയൽ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നമ്പറിങ് ആദ്യം ചെയ്യും. എന്തിൽ, ഈ ഫിഗറിൽ നമ്പറിങ് ചെയ്യും 1, 2, 3. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ബോം എന്നാണ് പറയുക. ബോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽ. അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും, നമ്പർ 1 ഇന്നതാണ്, നമ്പർ 2 ഇന്നതാണ്, നമ്പർ 3 ഇന്നതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ ഏതൊക്കെ മെറ്റീരിയലാണ് അതിലുപയോഗിക്കുന്നത്, അതിൻ്റെ പാർട്ട് നെയിം, പിന്നെ അത് ഏത് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അത് മേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, അത് ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, ഫസ്റ്റത്തെ പോയിൻ്റ് ഇതാണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിങ് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്. എക്സസൈസ് ഇൻ അസംബ്ലി ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഓഫ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ്, നക്കൽ ജോയിൻറ്റ്, ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, കപ്ലിങ് സച്ച് ആസ് ഫ്ലാഞ്ച് കപ്ലിങ് എക്സെട്ര. അതായത് നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ഓരോ അസംബ്ലി ഡ്രോയിങ്ങും ഡീറ്റെയിൽ ഡ്രോയിങ്ങും ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നിട്ടാണ് ഓരോ ഡീറ്റെയിൽ ഡ്രോയിങ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇന്നത് വരയ്ക്കണം, ആദ്യം അടുത്ത് വരയ്ക്കണം, അങ്ങനെ വേണം അത് അസംബിൾ ചെയ്തിട്ട് വരാൻ. ഓക്കെ, പിന്നെ ഈച്ച് ആൻഡ് എവരി പാർട്സ് ഡീറ്റെയിൽ ചെയ്യുമ്പോഴും അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ, അത് ഏതൊക്കെ ജോയിൻറ്റുകളുടെ വരുന്നത് വെച്ചാൽ, ഒന്ന്
സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ വരുന്നുണ്ട്. ദെൻ സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ് വരുന്നുണ്ട്. നക്കിൾ ജോയിൻറ്റ് വരുന്നുണ്ട്. ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേണ് കപ്ലിങ്, അതായത് ഫ്ലാഞ്ചഡ് കപ്ലിങ്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആൻഡ് ബുഷ് ടൈപ്പ്. അങ്ങനെ ഇത്തരത്തിൽ ഉള്ള ഷീറ്റുകളാണ് നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ജോയിൻറ്റുകൾ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ ജോയിൻസുകളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാർട്ടർ ജോയിൻസ്. ക്വാർട്ടർ ജോയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നോക്കാം. ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ ക്വാർട്ടർ ജോയിൻറ്റ് ഇസ് എ ജോയിൻറ്റ് ഫോംഡ് ബൈ യൂസിങ് എ ക്വാർട്ടർ ഓർ എ ക്വാർട്ടർ ആൻഡ് എ ഗിബ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ടെമ്പററിലി ജോയിനിങ് ടു റോഡ്സ് together which are subjected to axial, tensile or compressive force. ക്വാർട്ടർ ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററിലി ആയിട്ട് നമ്മൾ രണ്ട് റോഡ്സിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്വാർട്ടർ ജോയിൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ, ടെൻസൈൽ ഓർ കംപ്രസീവ് ഫോഴ്സ്. ആക്സിയൽ ആവാം, ടെൻസൈൽ ആവാം, കംപ്രസീവ് ഫോഴ്സ് ആവാം. ഓക്കെ, the rods to be joined may have circular, square or rectangular cross section. The main advantage of this type of joint is that it can be easily assembled and disassembled. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ജോയിൻസുകൾ കൂടുതലായിട്ട് ജോയിനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സർക്കുലാർ, റെക്റ്റാങ്കുലാർ, സ്ക്വയർ സെക്ഷനുകൾ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദി മെയിൻ അഡ്വാൻറ്റേജ്, അതായത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി അസംബിൾഡ് ആൻഡ് ഡിസസംബിൾഡ്. അസംബിൾ ചെയ്യാനും ഡിസസംബിൾ ചെയ്യാനും, അതായത് ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ എന്താണ് ഈസി ഒരു മെത്തേഡാണ് ക്വാർട്ടർ ജോയിൻറ്റ്. ക്വാർട്ടർ ജോയിൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വേർ ദി ആക്സിസ് ഓഫ് ദി റോഡ്സ് ടു ബി joined are in perfect axial alignment. A quarter joint is used to connect the piston rod to the cross head of a steam engine, pump or compressor. It is also used in long tie bars in steel structures. The main disadvantage of a quarter joint is that it can be used where the rods are subjected to rotation because the quarter may easily get loosened. അതായത് ഈ ക്വാർട്ടർ ജോയിൻറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പിസ്റ്റണിൻ്റെ റോഡും എന്ത് ചെയ്യും, ഈ സ്റ്റീം എഞ്ചിനിൽ പിസ്റ്റൺ റോഡ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും എന്ത് ക്വാർട്ടർ ജോയിൻറ്റുകൾ. പമ്പിലും കംപ്രസറിലും ഒക്കെ സ്റ്റീം എഞ്ചിനിലൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ലോങ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ, അതായത് ടൈ ബാൾസ്, സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ടൈ ബാൾസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സംഭവങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വെയർ ദി റോഡ്സ് ആർ സബ്ജക്റ്റഡ് ടു റൊട്ടേഷൻ ബിക്കോസ് ദ ക്വാർട്ടർ മേ ഈസിലി ഗെറ്റ് ലോസ്. അതായത് ഇത് റൊട്ടേഷൻ, ഈ ജോയിൻറ്റുകൾ റൊട്ടേഷൻ സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റൊട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ക്വാർട്ടർ ജോയിൻറ്റ് ലൂസ് ആവാനുള്ള ചാൻസസ്, പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതായത് സിമ്പിളായിട്ടുള്ളൊരു ക്വാർട്ടർ ജോയിൻറ്റ് ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണൊരു സിമ്പിളായിട്ട് ക്വാർട്ടർ ജോയിൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ടൈറ്റിങ് ദി ക്വാർട്ടർ ഓഫ് എ ക്വാർട്ടർ ജോയിൻറ്റ്. ഓക്കെ, എ സിമ്പിൾ ക്വാർട്ടർ ജോയിൻറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള സിമ്പിൾ ക്വാർട്ടർ ജോയിൻ്റ് ആണ്. അത് ഫോളോവിങ് പാർട്സ്. അപ്പോൾ ഏതൊക്കെ പാർട്സ് ഉണ്ട്? സ്പിഗോട്ട് ഉണ്ട്, ക്വാർട്ടർ ആൻഡ് സോക്കറ്റ്. സ്പിഗോട്ട്, ക്വാർട്ടർ, സോക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള പാർട്സുകളാണ് ക്വാർട്ടർ ജോയിൻറ്റിന് വരുന്നത്. ഓക്കെ, എ ഹോൾ ടു സ്യൂട്ട് ദി ഡയമെൻഷൻസ് ഓഫ് ദി ക്വാർട്ടർ ഈസ് കട്ട് ഇൻ ദി സ്പിഗോട്ട് ആൻഡ് ടു similar holes are cut in the socket to accommodate the quarter. The spigot end having a hole is inserted into the socket and this quarter is driven to these holes. This causes the spigot to move towards the right, and this movement is indicated by an arrow in the horizontal directions. The movement of the spigot is continued until the collar of the spigot touches the enlarged end of the socket and the joint
become tight. ഇനി നെക്സ്റ്റ് ക്വാർട്ടർ ജോയിൻ്റ് ആർ ഓഫ് 3 ടൈപ്സ്. അതായത് ഇതാണ് ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സുകളും അതിൻ്റെ ഒരു ഫംഗ്ഷനും. ഓക്കെ, ഇനി ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ 3 ടൈപ്സാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ്, 2 സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, മൂന്നാമത്തെ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. അപ്പോൾ ഈ ഓരോ ജോയിൻറ്റുകൾ എന്താ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ് ഓർ ക്വാർട്ടർ ജോയിൻറ്റ്. Socket and spigot joint is also called quarter joint with socket and spigot ends, or simply a quarter joint. It is used to connect two circular rods. 2 സർക്കുലർ റോഡ് തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ സ്പിഗോട്ട് അല്ലെങ്കിൽ ക്വാർട്ടർ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. ക്വാർട്ടർ ജോയിൻറ്റ് ഷോൺ ഫിഗറിൽ കാണിച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് സ്പിഗോട്ട്, സോക്കറ്റ്, എൻഡ്, ക്വാർട്ടർ, ഇത്തരത്തിൽ 3 പാർട്സുകളാണ് അതിന് ഉള്ളത്. ഓക്കെ, ഇനി സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് എന്തിനാ യൂസ് ചെയ്ത് നോക്കാം. സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ക്വാർട്ടർ ജോയിൻറ്റ് വിത്ത് സ്ലീവ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സർക്കുലർ റോഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. അതിന് ഉപയോഗിക്കുന്ന പാർട്സാണ് റോഡ് എൻഡ്സ്, സ്ലീവ് ആൻഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ദെൻ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് ഈസ് ആൾസോ കോൾഡ് ക്വാർട്ടർ ജോയിൻറ്റ് വിത്ത് ഗിബ്. This joint is sometimes called a strap joint with gib and quarter or simply strap joint. അതിനെ നമുക്ക് സ്ട്രിപ്പ് ജോയിൻറ്റെന്നും അതുപോലെ സ്ട്രാപ്പ് ജോയിൻറ്റെന്നും അതേപോലെ തന്നെ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാപ്പ് ജോയിൻറ്റ് വിത്ത് ഗിബ് ആൻഡ് ക്വാർട്ടർ എന്നുള്ളതൊക്കെ വിളിക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ റോഡ്സ്. അപ്പോൾ ഈ ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്സ് ഉപയോഗിക്കുന്നത് സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ റോഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇത്രയും പാർട്സാണ് അതിലുള്ളത്. റോഡ് ആൻഡ് സ്ക്വയർ, സ്ട്രാപ്പ് ആൻഡ് ഗിബ് ആൻഡ് ക്വാർട്ടർ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് വരുന്നൊരു ജോയിൻറ്റ്സുകളുടെ ഫങ്ഷനും യൂസസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ജോയിൻറ്റുകൾ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.